ഏകാദശികൾ എന്നാരേറെ പ്രാധാന്യമുള്ളതാണ് ആജ ഏകാദശി. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അജ ഏകാദശി എന്നാണ് പറയുന്നത്. വിഷ്ണു പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ ഏകാദശി വ്രതത്തിലൂടെ സർവ്വ പാപങ്ങളും അകലും എന്നാണ് വിശ്വാസം. അനദ ഏകാദശി എന്നത് അജ ഏകാദശിയുടെ മറ്റൊരു പേരാണ്. അജമാലിയുടെ മരണശയ്യയിൽ അവസാന ശ്വാസത്തിൽ അദ്ദേഹം തന്റെ ഇളയ മകൻ നാരായണനെ വിളിച്ചു. നാരായണ എന്ന വാക്ക് മാത്രം ഉച്ചരിച്ചതിനാൽ ഭഗവാൻ അതിരട്ട കാരുണ്യത്തോടെ അദ്ദേഹത്തിന് മോക്ഷം നൽകി. ഈ ദിവസം ഇപ്പോൾ അജ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും മോക്ഷം മുക്തി ലഭിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അശ്വമേധ യജ്ഞം നടത്തുന്നതിന് തുല്യമായ ശുഭകരമായ ഫലങ്ങൾ നൽകുമെന്ന് പറയപ്പെടുന്നു.